ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കണ്ണിത്തേൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഈ വർഷം ആദ്യമായിട്ടാണ് ഈ കണ്ണിത്തേൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ക്യാപ്പിനെ നമ്മൾ അങ്ങോട്ട് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ആവശ്യമില്ല, കണ്ണിത്തേൻ എടുക്കാൻ ഇനി ആവശ്യമില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈച്ചയാണ് കണ്ണിത്തേൻ എന്ന് പറയുന്നത്. നമ്മളെ കടിക്കില്ല, ആക്രമിക്കില്ല, ഒരു കാര്യവും ചെയ്യില്ല. വളരെ സൈലൻ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ണിത്തേൻ്റെ പെട്ടി. അതിൻ്റെ മുകളിലൊരു പെട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വന്ന് കയറാൻ വേണ്ടി കാലിപ്പെട്ടി വെച്ചതാണ്. ഇതേപോലെ തേനീച്ച ഉണ്ടായിരുന്ന പെട്ടി തന്നെയാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഈച്ചയിലും സാധാരണ ഈച്ച ഉണ്ടായിരുന്ന പെട്ടിയാണ്. അപ്പോൾ ആ പെട്ടിയിലാണ് കണ്ണിത്തേൻ വന്ന് കയറിയത്. ഇതിപ്പോൾ കാലിപ്പെട്ടി വെറുതെ വെച്ചതാണ്, ഇതിനകത്തൊന്നുമില്ല, ഇതുവരെ ഈച്ചയൊന്നും കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ബുക്ക്. അപ്പോൾ ഫെലിക്സ് ഒരു ഹായ് പറയടാ. ഹായ്. ഞാൻ ഇത് അയക്കുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എടുത്ത് കാണിച്ചേ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കണ്ട എൻട്രൻസ് കണ്ട. ഇത് അങ്ങനെ മനസ്സിലാകുന്നൊന്നുമില്ല. എടാ അത് അഴിക്കല്, അത് അതിനകത്ത് തന്നെ വെക്ക്, അതിനകത്ത് തന്നെ വെക്കടാ, അവിടെ നിന്ന് വെക്കണ്ടേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എവിടെ വെക്കണം. നമ്മൾ സെയിം ആയിട്ടുള്ള ഒരു പെട്ടി എടുത്തിട്ടുണ്ട്. ഇത് കണ്ട, സെയിം പെട്ടിയാണ്, 6x6 സൈസിലുള്ള പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരെണ്ണം ഉപയോഗിച്ച് ഒരെണ്ണം ഉപയോഗിക്കാത്ത പെട്ടിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് മെഴുക് തേച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉറുമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ്, പെട്ടെന്നൊന്നും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് മെഴുക് നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിക്ക് നല്ല ഇതായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഉറപ്പാണ്. യെസ്. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റും. റാണിയുണ്ടോ? റാണിയുണ്ട്. ഇതാ റാണി. ഇതാ കാണുന്നില്ലേ? കണ്ടാ? പക്ഷെ തേനില്ല. പൂമ്പൊടിയുണ്ട്. പൂമ്പൊടിയുടെ മുകളിൽ തന്നെ മുട്ടയുടെ മുകളിൽ തന്നെ പൂമ്പൊടി വീണു. ഇത് കണ്ടോ, ഇതൊക്കെ പഴയ ഈച്ച ഉണ്ടായിരുന്നതാണ് കൂട്. അപ്പോൾ അതൊന്നും ഇതുങ്ങൾ എടുത്തു മാറ്റില്ല. സാധാരണ നമ്മുടെ ഈച്ചകളാണെങ്കിൽ പരമാവധി അതിനെ എടുത്ത് പുറത്ത് കൊണ്ട് കളയും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കൂട് വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട് നിങ്ങൾക്ക് അത്ര ചെറിയ കുഞ്ഞ് ഈച്ചയായതുകൊണ്ട്. തേനുണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇതാ തുടല്. അപ്പോൾ ഇതുങ്ങൾക്ക് പരമാവധി സ്പേസ് ഉണ്ട്, അവിടെ ഇവിടെ കുളിച്ചിരിക്കാനൊക്കെ പരമാവധി സ്പേസ് ഉണ്ട്. കൂട് തുറന്നു കഴിഞ്ഞാൽ അധികമൊന്നും പറക്കില്ല. യെസ്, അത് എങ്ങനെയുണ്ടാ? അപ്പോൾ ഇത് കണ്ടോ, അത് പൊട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അതിങ്ങോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. എല്ലാം വൈറ്റാണ് കണ്ട, എല്ലാം വൈറ്റാണ്. ചില സ്ഥലത്ത് കറുപ്പുണ്ട്. ഇത് മെഴുകുമായിട്ട് മിക്സ് ആയതുകൊണ്ട് കറുപ്പാണ്. ബാക്കിയെല്ലാം തേൻ എടുക്കാൻ വേണ്ടി നോക്കാം. തേൻ എടുക്കുന്നതെന്ന് വെച്ചാൽ പ്യുവർ വൈറ്റ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത്. പ്യുവർ വൈറ്റ് തേനാണ്. ഇത് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ തേൻ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പ്യുവർ വൈറ്റ് ആണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. ഇത് കാണുന്നുണ്ടോ? ഇതെന്താ, കണ്ടു കഴിഞ്ഞാൽ തിരിയില്ല, മഴത്തുള്ളി വീണ പോലെ ഉണ്ട്. വേണ്ട, ഒരു കളർ വ്യത്യാസമില്ല. വേണ്ട, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇങ്ങോട്ട് കാണിച്ച് ഇതിലോട്ട് കാണുന്നുണ്ടോ? ഫോക്കസ് ചെയ്ത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോടാ? ഒരു തുള്ളി കിട്ടുന്നുണ്ടോ? യെസ്, ഒരു തുള്ളി താഴണം. എങ്ങനെയുണ്ടോ നോക്കി, ടേസ്റ്റ് ഉണ്ടോ നോക്കി.
തന്നെ തിന്നുന്നതാണ്. അത് തിന്നുന്നുണ്ടോ? കടിച്ചോ? കടിച്ചു തിന്നോ? നല്ല മെഴുകല്ലേ? കൊള്ളാവോ? ഇല്ല, ഇതിൽ റാണിയില്ല. അപ്പോൾ ഏതായാലും ഇത് രണ്ട് കൽപ്പിച്ച് ഞാനങ്ങ് തിരിക്കാൻ തീരുമാനിച്ചു. ഇതാ റാണിതാ, റാണിതാ. ഇത് കണ്ട റാണിതാ, ഈ മുട്ട ഇരിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ അതിൻ്റെ തലഭാഗമാണ് കാണുന്നത്. കണ്ട? അപ്പോൾ ഇത് ഇവിടെ ഇതിനകത്ത് വെക്കാം. ഇനി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പഴയ കൂടിലാണ് റാണി ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മുട്ട ഇതിനകത്ത് എടുത്ത് വെക്കണം. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ മുട്ട പൊട്ടിയാൽ പിന്നെ റാണി വരത്തില്ലെന്ന്. അപ്പോൾ പുതിയ റാണി മുട്ട ഇതിനകത്ത് കയറ്റി വെക്കാനാ? അല്ലല്ല, പുതിയ മുട്ട കുറച്ച് അതിനകത്ത് വെക്കണം. പുതിയ കൂട്ടിൽ വെക്കണം. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് വേണം ഇത് എടുക്കാൻ. ഇതൊരു തരിതരിയായിട്ട് വീഴും. അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. കുറച്ച് പൂമ്പൊടി അവിടെ വെക്കാം. പിന്നെ പൂമ്പൊടി കഴിച്ചില്ല. പൂമ്പൊടി കഴിച്ചില്ലേ? നീ കഴിച്ചോ? അതാണോ പൂമ്പൊടി? പൂമ്പൊടിക്ക് ഞങ്ങൾക്ക് കയ്പാടാ. കയ്പ് എന്ന് പറഞ്ഞാൽ നല്ല കയ്പുണ്ട്. കുറച്ച് തേനും ഇതെല്ലാം വെക്കാം ഇവിടെ. റാണിയുള്ളതല്ലേ. ഇനി റാണിയാണോ എപ്പോഴും തേൻ ശേഖരിക്കുന്നത്? അല്ലല്ല, റാണി ഈ കൂട് വിട്ട് പുറത്തിറങ്ങി. ഇതിനകത്ത് റാണിയുണ്ട്. അപ്പോൾ ഇത് സെൻറ്റർ ഭാഗത്ത് വെക്കണം. സെൻറ്റർ ഭാഗത്ത് വെക്കുന്നൊന്നുമില്ല. യെസ്. അപ്പോൾ മുട്ട അതിനകത്ത് കയറി. മുട്ട അതിനകത്ത് കയറി. നടുക്ക് ഭാഗത്ത് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ വെക്കാം. അടയ്ക്കാം. ആ മുറിഞ്ഞില്ലേ? ഉറുമ്പ് കയറത്തില്ല മുറിഞ്ഞാല്? ഇല്ല. അപ്പോൾ ഇത് വെക്കാം, നോക്കാം. അപ്പോൾ ഇത് സെറ്റ്. ഇനി ഇങ്ങനെ അടച്ചു വെക്കണം. ഓക്കെ, മതിയില്ലേ?